വീട്ടിൽ ഏറ്റവും മുതിർന്ന ആളുകൾ, അൽ ബർക്കത്തു മഅകാബിരിക്കും, നിങ്ങളുടെ സമൂഹത്തിൽ വയസ്സായ ആളുകളുടെ കൂടെയാണ് ബർക്കത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്നല്ല അക്രിം ദി ശൈബത്തി മുസ്ലിം ഇന്ന മിൻ ഇജ്ലാലില്ല, അള്ളാഹുവിനെ ആദരിക്കുന്നതിന് സമാനമാണ് മുസ്ലിമായ ഏറ്റവും പ്രായമുള്ള ഒരാളെ ബഹുമാനിക്കൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അള്ളാഹുവിനെ ആദരിക്കുന്നതിന് സമാനമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില വീടുകളുണ്ട്, ആ വീടുകളിൽ മുതിർന്ന ആളുകൾ തീരെ പരിഗണിക്കപ്പെടാത്ത വീടുകളായിരിക്കും. ചിലപ്പോൾ മകനും ഭാര്യയോ കാര്യങ്ങൾ നടത്തുന്ന കാര്യങ്ങളുണ്ടാവും. മക്കളും ബാപ്പയും വല്യാപ്പാനോട് ആലോചിക്കും, വല്യാപ്പക്ക് ബുദ്ധിയും ബോധമൊക്കെ വിവരമൊക്കെ ഉണ്ട്, അനുഭവമുണ്ട് എന്നത് ചോദിക്കുക പറയേ, ആ പരിപാടി ഇല്ല. സ്വന്തമായിട്ട് കാര്യങ്ങൾ നടക്കും. ഇപ്പം നിങ്ങളുടെ വീടുകളിൽ വൃദ്ധരായ ആളുകൾ അവഗണിക്കപ്പെട്ടാൽ ആ വീടുകളിൽ അള്ളാഹു ബറക്കത്ത് തടയും, അനുഗ്രഹങ്ങൾ നിഷേധിക്കും. ഇപ്പൊ വീടുകളിൽ വയസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വല്യന്മാരുണ്ട്, അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അവർക്ക് ഭക്ഷണത്തിലൊക്കെ ചില പഥ്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ വാപ്പയും ഉമ്മയും എത്ര മുതിർന്ന ആളുകളാണെങ്കിലും അവരോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുക, അവരെ നിങ്ങൾ കാര്യങ്ങൾ അറിയിക്കുക. നിങ്ങളൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, വാപ്പ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. ഏത് കാര്യമായാലും ശരി, അതിലാണ് ബറക്കത്ത് എന്ന്. അൽ ബറക്കത്തു മഅകാബിരിക്കും, നിങ്ങളിൽ മുതിർന്ന ആളുകളുടെ കൂടെയാണ് അള്ളാഹു ബറക്കത്ത് നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യമാണ്, ഏത് ബോഡിയാണെങ്കിലും, നിങ്ങളിപ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കുന്ന ഒരു കമ്മിറ്റി എടുക്കാൻ നോക്കുക, ഒരു ഗവേണിംഗ് ബോഡി എടുക്കാൻ നോക്കുക, അതിൽ മിക്സ്ഡ് ആയിരിക്കണം. ചെറുപ്പക്കാർ മാത്രം അതിൽ ഉണ്ടാവരുത്, വയസ്സായ ആളുകളും മാത്രം ഉണ്ടാവരുത്, രണ്ടും കൂടിയാവണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൂറ സംവിധാനം അത് നമുക്ക് വലിയ പാടാണ്. രണ്ടുമുണ്ട്, വൃദ്ധരായ ആളുകളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, ഏറ്റവും ചെറിയ ആളുകളും ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിലാണ് ബറക്കത്തുള്ളത്. ചെറിയ ആളുകൾ മുതിർന്ന ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലാണ് ബറക്കത്ത് എന്ന്. അങ്ങനെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ബറക്കത്ത് അല്ലാഹു തടയുമെന്ന് റസൂലുള്ളാഹി ചെറിയ കാര്യമാണ്, പക്ഷേ വീടുകളിൽ സംഭവിക്കുന്ന കാര്യം. അന്ത്യനാളിന്റെ അടയാളമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വാപ്പാക്ക് വീടിൽ സ്ഥാനമില്ലാതിരിക്കുക. വാപ്പ ഏതുപോലെ ആയിരിക്കും, ഒരു ചാരി വെച്ച തടി പോലെ ആയിരിക്കും. വാപ്പ വീട്ടിലുണ്ട്, പക്ഷെ വാപ്പ ഒരു തടി ഇങ്ങനെ ചാരി വെച്ചാൽ നമ്മൾ അതിനോടൊന്നും ചോദിക്കൂലല്ലോ, മിണ്ടൂലല്ലോ, പറയില്ലല്ലോ. അതേപോലെ ആകുന്ന ഒരു അവസരം വന്നാൽ അത് അന്ത്യനാളിന്റെ ലക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. കുടുംബനാഥൻ തന്നെ ആവണം. കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവസാനത്തെ വാക്ക് പറയേണ്ടതും കുടുംബനാഥൻ തന്നെയാണ്. ആ വീട്ടിൽ മുതിർന്ന ആളുകളാണ് അതിൽ പ്രധാനമായും അതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. അവർക്കതിന് ശേഷിയില്ലാതെ വരുമ്പോൾ അവരുടെ കൂടി അഭിപ്രായം മാനിച്ചാണ് നമ്മളൊരു കാര്യം തീരുമാനിക്കേണ്ടത്. അതിലേ ബറക്കത്തുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അപ്പൊ നമ്മൾ ഏത് വലിയ മനുഷ്യനായാലും, ഏത് വലിയ നേതാവായാലും, ഏത് വലിയ ബിസിനസ്സുകാരനായാലും, ഏത് വലിയ അധ്യാപകനും ഡോക്ടറോ എഞ്ചിനീയർ ആയാലും ശരി, വീട്ടുകളിൽ നമ്മുടെ ഒരു സിസ്റ്റം നമ്മൾ പാലിച്ചില്ലെങ്കിൽ അത് ബറക്കത്തുണ്ടാവില്ല. ബാപ്പ മരിച്ചു പോയാൽ ബാപ്പയോടുള്ള ബാധ്യതകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇക്റാമി സ്വദീഖിഹിമ, അവരുടെ വയസ്സായ സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരെ നിങ്ങൾ ആദരിക്കുകയും പരിഗണിക്കുകയും ഒരു കാര്യം ചെയ്യുമ്പോൾ വാപ്പാനോട് ചോദിച്ചതുപോലെ വാപ്പാന്റെ സുഹൃത്തിനോട് നിങ്ങൾ ചോദിക്കുകയും വേണം. അതൊക്കെ വാപ്പ മരിച്ചാൽ വാപ്പാനോടുള്ള ബാധ്യതയായിട്ട് പറഞ്ഞ കാര്യമാണ്, ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ബറക്കത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വയസ്സായ ആളുകളുടെ കൂടെയാണ് അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, പരിഗണിക്കുക.